ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇതാണ് കാട്ടുവേലിത്തത്ത. വേലിത്തത്തകളുടെ വിഭാഗത്തിൽപ്പെട്ട ഈ പക്ഷികളെ കണ്ടുവരുന്നത് പശ്ചിമഘട്ടത്തിലെ വനങ്ങളിലാണ്. ഏതാണ്ട് മൈനയോളം മാത്രം വലിപ്പമുള്ള ഈ പക്ഷിയുടെ ശരീരം പൊതുവെ പച്ച നിറത്തിലാണ്. താടിയിലും നെഞ്ചിലും നീല നിറത്തിലുള്ള തൂവലുകളുണ്ട്. അതുകൊണ്ടാണ് ഇവയെ ബ്ലൂ ബിയർഡഡ് ബീ ഈറ്റർ എന്ന് വിളിക്കുന്നത്. നാട്ടുവേലിത്തത്തകൾ അഥവാ സ്മോൾ ഗ്രീൻ ബീ ഈറ്റർ, ഇവയുടെ വാലിനറ്റത്ത് കാണുന്ന സൂചി പോലുള്ള തൂവലുകൾ കാട്ടുവേലിത്തത്തകളിൽ കണ്ടുവരുന്നില്ല. ഈ പക്ഷികൾ മരക്കൊമ്പുകളിൽ ഇരുന്ന് അവയുടെ തൊട്ടടുത്തുകൂടി പറന്നു പോകുന്ന വണ്ടുകൾ, തേനീച്ചകൾ, കടന്നലുകൾ, തുമ്പികൾ എന്നിവയെ പിടിച്ചെടുത്ത് മരക്കൊമ്പിൽ അടിച്ച് കൊന്ന് പദം വരുത്തിയാണ് ഭക്ഷിക്കുക. ഇപ്പോൾ നാം കാണുന്ന ഈ കാട്ടുവേലിത്തത്ത അവ നിർമ്മിച്ചിട്ടുള്ള കൂടിന് തൊട്ടടുത്താണ് ഇരിക്കുന്നത്. മൺതിട്ടകളിൽ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിൽ കൂടുണ്ടാക്കിയാണ് ഇവ മുട്ടയിടുന്നത്. ഫെബ്രുവരി മുതൽ ഓഗസ്റ്റ് വരെയാണ് ഇവയുടെ പ്രജനനകാലം. ഓരോ പ്രാവശ്യവും 4 മുട്ടകളോളം വീതമാണ് ഇവ ഇടുക. കൂട്ടിലുള്ള തങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഇരയെ തേടി പിടിച്ചു കൊണ്ടുവന്ന് അവയെ കൊന്ന് പദം വരുത്തി ഈ അമ്മക്കിളി കുഞ്ഞിന് കൊടുക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാട്ടുവേലിത്തത്തകളുടെ കൂടുകൾ കണ്ടെത്തുക എന്നത് വളരെ വിഷമമേറിയ കാര്യമാണ്. ഇത് മലയാറ്റൂർ ഭാഗത്ത് കണ്ടെത്തിയ കൂടാണ്. ഇതിനുള്ളിൽ ഈ കുഞ്ഞിന് തീറ്റ കൊടുക്കുമ്പോൾ ആ കുഞ്ഞിക്കിളിയുടെ കുഞ്ഞു കൊക്കും നമുക്ക് ഇപ്പോൾ കാണാം. കാട്ടുവേലിത്തത്തകൾ കാഴ്ചയിൽ നല്ല ചന്തമുള്ള പക്ഷികളാണ്. മൺതിട്ടകളിൽ ഇതുപോലെ തുരന്ന് ഇണപ്പക്ഷികൾ രണ്ടും ചേർന്നാണ് കൂടുകൾ ഒരുക്കുക. എന്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ അമർത്താനും മറക്കരുത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.